നായകനോടുള്ള സ്നേഹമൂത്ത ഒരു ആരാധകൻ സിനിമയിലെ ഗാനങ്ങൾ തിരുത്തി എഴുതി. നായകൻ രജനീകാന്താണ്. കബാലി എന്ന രജനിയുടെ പുതിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഹിറ്റാണെങ്കിലും പുതിയ വരികളും പുതു ഈണവും ഇട്ട് രജനി ചിത്രത്തെ വേറിട്ട രീതിയിൽ വരവേൽക്കുകയാണ് ഈ ആരാധകൻ. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കബാലി ഇതിനകം ഹിറ്റായ ഗാനങ്ങളെല്ലാം തനി നാടൻ ഭാഷയിൽ നല്ല പൊളപ്പനായിട്ടുണ്ടെന്ന് ആരാധകർ പറയുമ്പോഴാണ് തൃപ്പൂണിത്തുറക്കാരൻ നടരാജൻ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുന്നത്. നടരാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗാനങ്ങൾക്ക് ഒരു 2-2.5 കട്ട പഞ്ചെങ്കിലും കൂടുതൽ വേണം. വെറുതെ പറഞ്ഞതല്ല, കക്ഷിക്ക് രജനിയോട് അസ്ഥിയിൽ പിടിച്ച ആരാധനയാണ്. രജനിയുടെ പോസ്റ്ററുകളിൽ പാലഭിഷേകവും പൂജയും വരെ നടത്തുന്ന ആരാധകരുണ്ട്. പക്ഷേ നടരാജന്റെ ആരാധകൻ വേറെ ഒരു ലെവലാണ്. എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം രജനി ചിത്രങ്ങളിലെ പാട്ടുകൾ? സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി കബാലിയുടെ പ്രചരണാർത്ഥം നടരാജൻ ഒരു പാട്ട് തയ്യാറാക്കി. വരികളും സംഗീതവുമെല്ലാം സ്വന്തം. ഇതിൽ കൂടുതൽ പഞ്ചുള്ള പാട്ട് സ്വപ്നങ്ങളിൽ മാത്രമെന്ന് പറയാനും നടരാജന് മടിയില്ല. കാരണം ഇത് ഒരു സൂപ്പർ താരത്തിന് അദ്ദേഹത്തിന്റെ ആരാധകൻ ഹൃദയം കൊണ്ട് നൽകുന്ന സമ്മാനമാണ്. ഞാനൊക്കെ ഫുൾ ടൈം പാട്ട് കേൾക്കണ ആള്. ഒരു 15 മണിക്കൂർ ഞാൻ പാട്ട് കേൾക്കണ ആളാണ്. പാട്ട് കേൾക്കും, പാട്ട് കേട്ട് ഉറങ്ങും, അങ്ങനത്തെ ആളാണ്. പക്ഷേ ഈ പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ട് ഉണ്ടാക്കിയ പാട്ടാണ് സാറേ. ഫീൽ ചെയ്ത് ഉണ്ടാക്കിയ അത് ഈ പാട്ടിന് ചെയ്യാൻ വേണ്ടി പൈസ വേണ്ടിയിരുന്നു. അപ്പോൾ ഒരു ഭാര്യ അടുത്തൊരു നുണ പറഞ്ഞു, UPS കംപ്ലൈൻ്റ് ആയി, 10,000 രൂപ ആണെന്ന് പറഞ്ഞു. ഭാര്യ വേദന എടുത്തത് ഇതല്ലേ. പിന്നെ 10,000 രൂപ ബ്ലേഡുകാരൻ്റെ അടുത്ത് ഈ സംഭവം ചെയ്തു. ഓരോ വാക്കിലും എന്തിന് ഓരോ ശ്വാസത്തിലും നടരാജൻ രജനീകാന്താണ്. തൃപ്പൂണിത്തുറയിൽ സ്വന്തമായി ഒരു CD ഷോപ്പുണ്ട്. നല്ലൊരു ഓഡിയോ എഡിറ്ററുമാണ് നടരാജൻ. മലയാളിയാണെങ്കിലും തമിഴാണ് ഇഷ്ടം, പ്രത്യേകിച്ച് തമിഴ് പാട്ടുകൾ. சொல்லடி என்னால் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே தந்தேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி എന്നാൽ നല്ല തേരി. രജനിയുടെ ചിത്രങ്ങൾ എത്ര വട്ടം കണ്ടാലും മതിയാകില്ല. മുടി നീട്ടി വളർത്തിയപ്പോൾ തന്നെ പലർക്കും വേണ്ടാത്തവനായി. ഭാര്യ നെറ്റി ചുളിച്ചു. ഇപ്പോൾ രജനീകാന്തിന്റെ ചിത്രത്തിലെ പാട്ടിന് പകരം പാട്ടുമിറക്കിയപ്പോൾ ശകലം ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചവരുമുണ്ടായി. ഇതങ്ങനെ പോട്ടേന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ ഈ ഭ്രാന്താന്ന് വിളിച്ചവർക്കൊക്കെ ഒരു അടിയായിക്കോട്ടെ സാറേ. പറഞ്ഞു കൊല്ലാം, പക്ഷേ തന്റെ ഉള്ളിലെ ആരാധകനെ തോൽപ്പിക്കാനാവില്ല. വിമർശിക്കുന്നവർക്ക് അതാകാം. ഇത് തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒറ്റ സ്വപ്നം മാത്രം, രജനിയെ നേരിട്ടൊന്ന് കാണണം. എന്തിനു പ്രകാശ്, മനോരമ ന്യൂസ്, കൊച്ചി.